കർക്കിടക മാസത്തിന് തുടക്കമായി. ഇനി കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും രാമായണ ശീലുകൾ മുഴങ്ങും. അക്ഷരവും അറിവും കവിതയുമെല്ലാം ഉൾക്കൊണ്ടതാണ് രാമായണം. ജാതി മത ലിംഗമന്യേ എല്ലാവർക്കും രാമായണം പാരായണം ചെയ്യാം. രാമായണത്തിൽ സയൻസ് ഉണ്ട്. പുഷ്പക വിമാനവും സേതുബന്ധനവും അതിന് ഉദാഹരണമായി പറയപ്പെടുന്നു. രാമായണത്തിലെ സയൻസ്. ഞാൻ ഡോക്ടർ പി സജീവ് കുമാർ, ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ്. ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റായിട്ട് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ സാഹിത്യ സാംസ്കാരിക മേഖലകളിലും ചില പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ എനി ടൈം ന്യൂസിൻ്റെ ഈ വർഷത്തെ രാമായണവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതിന് സന്തോഷകരമായ ഒരു അനുഭവമായിട്ട് തോന്നുന്നു. നമ്മൾ രാമായണത്തെ കാണുന്നത് ആദ്യകാവ്യമായിട്ട് ആണ്. അത് രചിച്ച വാൽമീകിയെ ആദ്യ കവിയായിട്ടും വിലയിരുത്തപ്പെടുന്നു. വാൽമീകി രാമായണത്തിന് ശേഷം ഭാരതത്തിലും വിദേശ രാജ്യങ്ങളിലും വിവിധ ഭാഷകളിൽ നിരവധി രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തായ്ലൻഡിൽ രാമകീയൻ എന്ന പേരിലും, ഭാരതത്തിൽ തമിഴിൽ കമ്പരാമായണം, ബംഗാളിയിൽ കൃത്തിവാസ രാമായണം, അതുപോലെ തന്നെ മറാഠിയിൽ ഏകനാഥ രാമായണം, ഹിന്ദിയിൽ തുളസീദാസ് രചിച്ച രാമചരിത മാനസം, സംസ്കൃതത്തിൽ അധ്യാത്മരാമായണം, അതുപോലെ തന്നെ കേരളീയ ഭാഷയിൽ അധ്യാത്മരാമായണം, പിന്നീട് ബൗദ്ധരാമായണം, ജൈനരാമായണം, നാമരാമായണം, ആനന്ദരാമായണം, ഗായത്രി രാമായണം, സംഗീത രാമായണം, തത്വസംഗ്രഹ രാമായണം എന്നിങ്ങനെ ധാരാളം രാമായണങ്ങൾ നിലവിലുണ്ട്. ഇതിനൊക്കെ പുറമെ വിവിധ രാജ്യങ്ങളിലായിട്ട് 1000ഓളം രാമായണങ്ങളുണ്ട് എന്നുള്ള രീതിയിലാണ് കാണപ്പെടുന്നത്. കർണാടകത്തിലെ ഏതോ അജ്ഞാത മനീഷിയാണ് സംസ്കൃതത്തിൽ ഈ ഗ്രന്ഥം അധ്യാത്മരാമായണം എന്ന രീതിയിൽ എഴുതി വന്നത്. അതിൽ ആധ്യാത്മികമായ തലം ധാരാളമായിട്ട് അതിൽ പരാമർശിക്കപ്പെടുകയും ആവിഷ്കരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ആധ്യാത്മിക പ്രാധാന്യം എഴുത്തച്ഛൻ്റെ ശ്രദ്ധയെ നാമൊക്കെ ഭാഷാപിതാവായി കരുതപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജ എഴുത്തച്ഛൻ്റെ ശ്രദ്ധയെ ആകർഷിക്കും. അതിൻ്റെ സ്വതന്ത്ര പരിഭാഷയായിട്ടാണ് എഴുത്തച്ഛൻ ആധ്യാത്മരാമായണം കിളിപ്പാട്ട് രൂപത്തിൽ എഴുതി വന്നത്. 16-ാം നൂറ്റാണ്ടിലാണ് എഴുത്തച്ഛൻ്റെ കാലഘട്ടം എന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം ശക്തമായ ഒരു കാലഘട്ടമായിരുന്നു. കേരളീയ പശ്ചാത്തലത്തിലൊക്കെ പറയുകയാണെങ്കിൽ എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മരാമായണം മലയാളത്തിലേറെ സ്വീകരിക്കപ്പെട്ട ഒരു കൃതിയാണ്. അന്നത്തെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥയിൽ ജനതയെ ഭക്തിയുടെ നൂലിൽ കോർത്തുകൊണ്ട് നേർവഴിയുടെ പാതയിലൂടെ നടത്താൻ ഈ കൃതി സഹായിച്ചിട്ടുണ്ടാകാം. ഭക്തിയും വിശ്വാസവും ഉള്ളവർക്ക് രാമായണ വായന കൂടുതൽ രുചികരവും ആത്മീയാവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതും ആയിരിക്കും. എന്നാൽ ശാസ്ത്രീയവും യുക്തിചിന്തയുമായി നമ്മൾ സമീപിക്കുകയാണെങ്കിൽ രാമായണത്തിൽ പരാമർശിക്കപ്പെടുന്ന പല സംഭവങ്ങളും നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്തതായും തോന്നും. വ്യക്തിയുടെ അല്ലെങ്കിൽ വായനക്കാരൻ്റെ മാനസിക തലം ഉയർത്താൻ സഹായകരമായ കൃതിയായി രാമായണത്തെ കാണാൻ കഴിയും. ആ അർത്ഥത്തിൽ വ്യക്തിയുടെ ധാർമ്മിക വളർച്ചയ്ക്കും മാനസിക വളർച്ചയ്ക്കും ഗുണകരമായ നിരവധി സന്ദർഭങ്ങൾ, നിരവധി പാഠങ്ങൾ രാമായണത്തിൽ ഉടനീളം കാണാനായിട്ട് സാധിക്കും. ധർമ്മം, സത്യം, നീതി, കടമ എന്നിവയുടെ പ്രാധാന്യം രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ, മാതാപിതാക്കളോടുള്ള ബഹുമാനം, സഹോദര സ്നേഹം, ദാമ്പത്യ വിശ്വാസം തുടങ്ങിയ മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളെ ക്ഷമയോടെയും ആത്മവിശ്വാസത്തോടെയും നേരിടാൻ പ്രചോദനം നൽകുന്നു. അതോടൊപ്പം തന്നെ ആത്മീയ ചിന്തയ്ക്ക് വഴികാട്ടുന്നു. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ രാമായണ പാരായണം ഉറപ്പുവരുത്തുന്നു. അതിനാൽ എന്നും രാമായണം കുറച്ചു ഭാഗങ്ങളായി വായിക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. എന്നാൽ കർക്കിടക മാസത്തിൽ പഴയ കാലത്തൊക്കെ കർക്കിടക മാസത്തെക്കുറിച്ച് പറയുന്നത് പഞ്ഞമാസം അല്ലെങ്കിൽ കർക്കിടകം ദുർഘടം എന്ന രീതിയിലാണ് പറഞ്ഞു വന്നിരുന്നത്. മഴ ധാരാളമായി പെയ്യുന്ന, പ്രകൃതി പ്രത്യേകമായ ഒരവസ്ഥയിൽ നിൽക്കുന്ന, സൂര്യൻ അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന കർക്കിടക മാസത്തിൽ തൊഴിലൊക്കെ കുറവായിരിക്കും. കാർഷിക സംസ്കൃതിയിൽ പിന്തുടർന്നു വന്നവർക്ക് ആ മാസം പൊതുവെ
എല്ലാ കാര്യത്തിലും കാർഷിക വിളവെടുപ്പിൻ്റെ കാര്യത്തിലായാലും ശരി, സാമ്പത്തിക കാര്യങ്ങളിലായാലും ശരി, തൊഴിലിൻ്റെ കാര്യത്തിലായാലും ശരി പിറകിൽ നിൽക്കുന്ന ഒരു മാസമായിരുന്നു. ആ കർക്കിടക മാസത്തെ തരണം ചെയ്യാൻ പഴയ കാലഘട്ടങ്ങളിൽ രാമായണ വായനയെ സമൂഹത്തിലുള്ളവർ ഉപയോഗിച്ചു വന്നിരുന്നു. എന്നാൽ ഇന്ന് മാറിയ കാലഘട്ടത്തിൽ കുറെ കൂടി വിപുലമായി ഈ കർക്കിടക മാസത്തിൽ വീടുകളിൽ മാത്രമല്ല അമ്പലങ്ങളിലൊക്കെ രാമായണം വായിക്കുകയും അത് എല്ലാവരും കേട്ടുകൊണ്ട് പോകുന്ന രീതിയിലേക്കും അത് മാറിയിരിക്കുന്നു. ഒരു തരത്തിൽ അത് വാണിജ്യവൽക്കരിക്കപ്പെടുകയാണോ എന്ന് ഒക്കെ നമുക്ക് തോന്നിയേക്കാം, അല്ലെങ്കിൽ അത് ആ തോന്നലിന് യാഥാർത്ഥ്യവുമുണ്ട്. ഇതൊക്കെയാണെങ്കിൽ കൂടി രാമായണ വായന വ്യക്തിയുടെ മനസ്സിനും വ്യക്തി ശുചിത്വത്തിനും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ നല്ല നടപ്പിനുമൊക്കെ പ്രചോദനമാകുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അതേസമയം അതിൽ പലപ്പോഴും ശാസ്ത്രീയമായി ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ യുക്തിചിന്തയ്ക്ക് നിരക്കാത്ത ചില സംഭവങ്ങളൊക്കെ കാണാനും കഴിയും. അതിനെ ഇത് ഒരു കാവ്യ നിലയ്ക്ക് ഭാവനയുടെ മേൻപൊടി ചേർത്തുകൊണ്ടാണ് ഇതിൻ്റെ രചയിതാക്കൾ ഒക്കെ രചിച്ചിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ചില തരം രചനകളിൽ, രാമായണത്തിൻ്റെ ചില രചനകളിൽ കാണുന്ന കാര്യങ്ങൾ മറ്റു ഭാഗത്ത് വേറെ രീതിയിലായിരിക്കും പരാമർശിക്കപ്പെടുന്നത്. അതൊന്നും നമ്മൾ കാര്യമായി എടുക്കേണ്ടതില്ല. ഇതിൻ്റെ അന്തസത്ത മാത്രം എടുത്താൽ മതി എന്നാണ് തോന്നുന്നത്. പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ മനുഷ്യരോട് പറയുന്നത് അതുതന്നെയാണ്. മനുഷ്യനെ നേർവഴിയിലും ധാർമ്മികമായും മൂല്യബോധത്തോടു കൂടിയും വളർത്താനുള്ള അല്ലെങ്കിൽ മുന്നോട്ട് നടത്താനുള്ള ഒരു സാഹചര്യമാണ് അത്തരം കൃതികൾ ഒരുക്കുന്നത്. അതിനെ ആ തലത്തിൽ മാത്രം കണ്ട് പോയാൽ മതി. അത് മനുഷ്യരാശിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഗുണകരമായി വരും എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. കർക്കിടക മാസത്തിന് തുടക്കമായി. ഇനി കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും രാമായണശീലുകൾ മുഴങ്ങും. അക്ഷരവും അറിവും കവിതയുമെല്ലാം ഉൾക്കൊണ്ടതാണ് രാമായണം. ജാതി മത ലിംഗമന്യേ എല്ലാവർക്കും രാമായണം പാരായണം ചെയ്യാം. രാമായണത്തിൽ സയൻസ് ഉണ്ട്. പുഷ്പക വിമാനവും സേതുബന്ധനവും അതിന് ഉദാഹരണമായി പറയപ്പെടുന്നു. രാമായണത്തിലെ സയൻസ്